നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. കിലിയൻ എംബാപ്പെ ട്രാൻസ്ഫർ സാഗ കഴിഞ്ഞ 2-3 ട്രാൻസ്ഫർ വിൻഡോകളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എംബാപ്പെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ PSG വിടും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നെങ്കിലും താരം അത് PSG കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി പക്ഷേ ആ വാർത്തയും പുറത്തേക്ക് വന്നു. ഫ്രഞ്ച് മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. നാസർ അൽ ഖലീഫിയെ അറിയിച്ചു കഴിഞ്ഞു കിലിയൻ എംബാപ്പെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താൻ ക്ലബ്ബ് വിടും എന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഇത് ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി റിപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോ എന്ന ഇറ്റാലിയൻ ജേർണലിസ്റ്റും അതിനുശേഷം അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കാര്യം വളരെ വ്യക്തമാണ്. എംബാപ്പെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റായിട്ട് PSG വിടുകയാണ്. PSGയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫറൊക്കെ നേരത്തെ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് അദ്ദേഹം അഗ്രി ചെയ്തിട്ടില്ല. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഈ കോൺട്രാക്ട് ജൂൺ മാസത്തോടുകൂടി എക്സ്പയർ ആവും. ആ സമയത്ത് അദ്ദേഹം ക്ലബ്ബ് വിടും എന്ന കാര്യം ഇപ്പോൾ PSG പ്രസിഡന്റ് നാസർ അൽ ഖലീഫിയെ അറിയിച്ചു കഴിഞ്ഞു. ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. റയൽ മാഡ്രിഡിലേക്ക് തന്നെയാണ് എല്ലാ സൂചനകളും ലഭിക്കുന്നത്. റയലിൻ്റെ ഓഫർ എംബാപ്പയുടെ മുന്നിലുണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. ആ ഓഫർ പക്ഷേ 2022 താരത്തിന് മുന്നിലേക്ക് വെച്ച സാലറിയേക്കാൾ ഒരുപാട് കുറവാണ്. മാത്രമല്ല നിലവിൽ PSG നിന്ന് ലഭിക്കുന്ന സാലറിയേക്കാളും കുറവാണ്. എംബാപ്പെ ആ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം ഇനിയും പറയേണ്ടതുണ്ട്. എങ്കിലും എല്ലാ സൂചനകളും ലഭിക്കുന്നത് എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് എന്ന തരത്തിൽ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.